സോ ഗീസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ്. സോ ഗീസ് ഈ ഒരു അപ്ഡേറ്റിൽ കുറേ സ്ട്രക്ചേഴ്സ് വന്നിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഡ് സ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങൾ സെറ്റിങ്സിൽ പോകുമ്പോൾ മോഡ് സ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഗീസ് ഇവിടെ നിങ്ങൾക്ക് മോഡ് സ്ലോട്ടിൽ പോകുമ്പോൾ സെറ്റിങ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഏത് സ്ലോട്ട് വേണമെങ്കിലും ഇടാം ഈ ഒരു മോഡ് സ്ലോട്ടിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. സോ ഏറ്റവും പൊക്കത്ത് ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും ബ്ലാക്ക് കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഏറ്റവും പൊക്കത്ത് drive.google.com എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് താഴത്ത് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാനുള്ളത്. എന്നിട്ട് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യണം. സോ ഗീസ് ഇനി നിങ്ങൾ ഗെയിമിലോട്ട് തിരിച്ച് വന്നിട്ട് ഏതെങ്കിലും ഒരു മോഡ് സ്ലോട്ടിലോട്ട് നിങ്ങൾ ഗെയിം ഇടണം. എന്നിട്ട് ഇൻ്റർനെറ്റ് ഓൺ ആക്കണം. എന്നിട്ട് നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഇൻ്റർനെറ്റ് ഓൺ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. സോ ഗീസ് ഇതൊരു ഹെൽപ്പ് പാഡിൻ്റെ ഒരു ചീറ്റ് കോഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ നമുക്ക് മോഡ് സ്ലോട്ട് എന്താണെന്നും കൂടി നോക്കണം. സോ ഗീസ് ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് പോയിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പൊക്കത്ത് കാണാൻ പറ്റും RGS എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട്. സോ അതിലോട്ട് നിങ്ങൾ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ല, അവിടം വരെ നിങ്ങൾ ഇറേസ് ചെയ്ത് കളയണം. എന്നിട്ട് ആ ഒരു ടിക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ RGS ടൂളിൽ പോകണം. എന്നിട്ട് ഫയൽ ലോഡർ എന്ന് ടൈപ്പ് ചെയ്യണം. ആൻഡ് ഗീസ് ഇനി ഏറ്റവും സൈഡിൽ ഫയൽ ലോഡർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. സോ ഇത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ റീസ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. സോ ഈ ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഒന്നും കൂടി നോക്കണം മോഡ് സ്ലോട്ട് ഏതിലാണ് കിടക്കുന്നതെന്ന്. സോ ഞാനിപ്പോൾ 5-ലാണ് ഇട്ടേക്കുന്നത്. നേരത്തെ ഞാൻ 5-ലായിരുന്നു ഇട്ടേച്ചത്. സോ ആ ഒരു മോഡ് സ്ലോട്ടിൽ തന്നെ നിങ്ങൾ ഇടണം. ഞാൻ ഇട്ടേക്കുന്നതല്ല, നിങ്ങൾ നേരത്തെ ഇട്ടതിൽ തന്നെ. സോ ഗീസ് ഞാനിത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ബൈക്ക് അല്ലെങ്കിൽ കാറ് വല്ലതും എടുക്കണം, നിങ്ങൾക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ളൊരു എന്തെങ്കിലും ഒരു വെഹിക്കിൾ. എന്നിട്ട് നിങ്ങൾ അതിൽ കയറിയിട്ട് ഈ ഒരു ലൊക്കേഷനിലോട്ട് പോകണം. ലൊക്കേഷൻ സിമ്പിളാണ്, നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് കാണുന്നത്. എയർപോർട്ടിലിപ്പോൾ 2 ബിൽഡിംഗ് ഉണ്ട്, ഇത് 3rd ബിൽഡിംഗ് ആണ്. സോ അപ്പുറത്തൊരു കണ്ടെയ്നർ വെച്ചെന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കത് പോയി നോക്കാം. എന്താണെന്നറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ഒരു അപ്ഡേറ്റിൽ വന്നതെന്ന് തോന്നുന്നു. സോ ഗീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, നമ്മൾ ഇച്ചിരി കൂടി പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. സോ ഗീസ് നിങ്ങളിത് കാണുമ്പോൾ ഒരു ബോക്സിംഗ് റിങ് പോലെ ഇരിക്കും, പക്ഷേ ഇതൊരു ഹെലിപ്പാഡാണ്. നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ വന്ന് ലാൻഡ് ചെയ്യണ സ്ഥലമില്ലേ, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യണില്ല, കാരണം ആ ഒരു ബിൽഡ് നമുക്ക് പോയി നോക്കണമല്ലോ, അവിടെ എന്താണെന്ന് നമുക്ക് നോക്കണം. സോ ലെറ്റ്സ് ഗോ. ഇതിന് ഈ പണ്ടത്തെ അപ്ഡേറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. സോ ഇത് പണ്ടത്തെ അപ്ഡേറ്റിലുള്ളതാണെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തേക്ക്, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സോ നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഒരു ജെറ്റ് പാക്ക് എടുത്തിട്ട് പോകാമെങ്കിൽ. ജെറ്റ് പാക്കിൻ്റെ ചീറ്റ് കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 3-0 അടിച്ചാൽ ഒരു ജെറ്റ് പാക്ക് വരും, 3-3-0 അടിച്ചാൽ ഒരെണ്ണം വരും, അത് ചെറുതായിരിക്കും. ഇതാണ് വലുത്. സോ ഗീസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ മെഗാ റാമ്പ് പോലെ എന്തോ തോന്നി, പക്ഷേ ഇത് അതൊന്നുമല്ല. ഗീസ് ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ്. സോ വേറെ കാർസ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ടെയ്നർ വെച്ച് ഉണ്ടാക്കിയേക്കണതാണ്. സോ ഗീസ് നമുക്കിനി മോഡ് സ്ലോട്ടിനെ പറ്റി നോക്കാം. ഞാനിപ്പോൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മോഡ് സ്ലോട്ട് 6-ലോട്ടാക്കിയിട്ടുണ്ട്. 5-ലായിരുന്നു നമ്മൾ നേരത്തെ ഇട്ടേച്ചത്. സോ നമ്മൾ 6-ലോട്ടാക്കിയിട്ടുണ്ട്. സോ ഗീസ് ഇനി ഞാൻ മോഡ് സ്ലോട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിലൊക്കെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ സ്പോൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു സ്ട്രക്ചർ സ്പോൺ ചെയ്യുമ്പോൾ ഇച്ചിരി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ പോവും. സോ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മോഡ് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാനിപ്പോൾ ഹെലിപ്പാഡ് സ്പോൺ ചെയ്തല്ലോ, അത് കിടക്കുന്നത് മോഡ് സ്ലോട്ട് 5-ലാണ്. സോ ഞാനിപ്പോൾ 6-ലോട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നമുക്ക് 6-ലും ഏതെങ്കിലും സ്പോൺ ചെയ്യാം, 5-ലും ഏതെങ്കിലും സ്പോൺ ചെയ്യാം. ഇപ്പോൾ 1 തൊട്ട് 8 വരെ ഉണ്ട്. സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പോൺ ചെയ്യാൻ പറ്റും ഏതെങ്കിലും സ്ട്രക്ചർ. പക്ഷേ നമ്മൾ ഇപ്പോൾ മോഡ് 5-ൽ സ്പോൺ ചെയ്ത സ്ട്രക്ചർ വേറെ ഒരു മോഡ് സ്ലോട്ടിലും കാണാൻ പറ്റില്ല. സോ നമ്മൾക്കിപ്പോൾ എയർപോർട്ടിലോട്ട് പോയി നോക്കാം, നമ്മുടെ ഹെലിപ്പാഡ് ഇവിടെ ഉണ്ടാകുന്ന അറിയണമല്ലോ ഗീസ്. സോ നിങ്ങൾക്കിപ്പോൾ ഇനി ഹെലിപ്പാഡ് തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾ മോഡ് 5-ൽ തന്നെ ഇടണം, മോഡ് സ്ലോട്ട് 5-ൽ ഇടണം. നിങ്ങൾ ഏത് സ്ലോട്ടിലിട്ടാണോ അത് സ്പോൺ ചെയ്തത് ആ ഒരു സ്ലോട്ടിലോട്ട് തന്നെ തിരിച്ചിടണം.